മലിഞ്ഞിന്റെ തല വേറെ സൈസാണ്. തല വൈറ്റ് വൈറ്റ് ആയിരിക്കും, ചുണ്ടിന് നീണ്ടിരിക്കും. മലിഞ്ഞിന്റെ തലത്തിൽ മീനാണ്. മീനല്ലത് ഞങ്ങളുടെ ഒരു 3-4 കിലോത്തിന്റെ കിട്ടും. ഏതായാലും സാധനത്തെ കിട്ടിയിട്ടുണ്ട്. ഫ്ലാറ്റ് ആണ് സാധനം. ബോഡി തലണ്ട ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഈ സൈഡ് തുണ്ടിയാണ് ആണോ? കോട്ടെ കാശ്മീർ. നമ്മള് വലിയ ചവിട്ടുമാണ്. ഇന്ന് നമുക്ക് തിരൂരെത്താം. തിരൂർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. തിരൂർ വഴി പോയിട്ട് നമുക്ക് പാലത്തെ കയറാനാണ് വിചാരിക്കുന്നത്. യാത്ര ലഭ്യമാണ്. നീലയോരം ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പത്തെ നീളാതീരത്താണ് ഉള്ളത്. അപ്പോൾ പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടോ, ഇത് അതാണ് പൊന്നാനി ഹാർബർ. അങ്ങറ്റത്ത് കാണുന്നത് അവിടെയാണ് പാലം. അപ്പോൾ ഈ തീരം കടന്ന് അവിടെ ഒരു നടുക്കൊരു തുരുത്ത് കാണാം. ഇതെല്ലാം തുരുത്തുകളാണ് കേട്ടോ. ഇങ്ങനെ ഭാരതപ്പുഴ പല സ്ഥലത്തോട്ടും പിരിഞ്ഞൊഴുകുന്നതുകൊണ്ടുള്ള തുരുത്തുകളാണ്. ഇത് ഭാരതപ്പുഴയാണ്, കായലല്ല. ഇനി അവിടെ കാണുന്നതാണ് ബണ്ട്. ആ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ പല ബണ്ടുകളും കയറി ഇപ്പം 3ാമത്തെ ബണ്ടിലോട്ടാണ് എത്തുന്നത്. അങ്ങ് അകലെ കാണുന്ന ബണ്ട് പൊന്നാനിയിൽ നിന്ന് തിരൂരിനുള്ള റോഡിലെ ബണ്ടാണ്. അപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഒക്കെ കടന്ന്, തണ്ണീർമുക്കം ബണ്ട് ആദ്യം കടന്നു. അത് കഴിഞ്ഞ് തോട്ടപ്പള്ളി സ്പിൽവേ, അത് കഴിഞ്ഞിപ്പോൾ ഭാരതപ്പുഴയുടെ നടുവിലൂടെയുള്ള സ്പിൽവേയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് രാത്രി നമുക്ക് ബീച്ചിലെത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ശരി, ഇവിടുന്നൊരു നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു. അവർ നമുക്ക് ഇവിടുന്ന് ചായയും വടയൊക്കെ വാങ്ങിച്ചു തന്ന് അത് കഴിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോഴത്തെ പൊന്നാനിയിലൂടെയുള്ള യാത്ര. ചമ്രവട്ടം പാലം കയറിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇതാണ് ചമ്രവട്ടത്തു നിന്നുള്ള ഒരു റോഡ്. ഭാരതപ്പുഴയുടെ സൈഡിലൂടെയുള്ള റോഡാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങോട്ട് നോക്കിയിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ചൂണ്ടക്കാർ ഇവിടെയുണ്ട്. വലിയ കാര്യമായിട്ട് മീൻ കിട്ടുന്നതൊന്നും ഞാൻ കണ്ടില്ല, എങ്കിലും അടിപൊളി പ്രദേശമാണ്. നമുക്ക് വൈബ് അടിച്ചിരിക്കാം. ഇത് കണ്ട, അങ്ങനെ ഭാരതപ്പുഴയിലെ ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയം ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് പതിയെ മുമ്പോട്ട് നീങ്ങുകയാണ്. നമ്മുടെ യാത്ര നീളാതീരത്തൂടെയാണ്. പൊന്നാനി മുതൽ ഏകദേശം സ്പിൽവേ വരെ ഏകദേശം 3 കിലോമീറ്റർ ദൂരം മനോഹരമായ നീളാതീരമാണ്. ബോട്ടിംഗ് യാത്രയ്ക്കും കഫറ്റേറിയ പോലുള്ള കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ 2 സൈഡിലും ചെയ്തിരിക്കുന്നതിനാൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം കാശ്മീർ.
അഴിമുഖത്തിന് സമീപമുള്ള നിളാതീരം വളരെ ശാന്തമാണ്, പക്ഷേ നല്ല ആഴമുള്ള പ്രദേശമാണിത്. നിളയുടെ നടുവിൽ, അതായത് ഭാരതപ്പുഴയുടെ നടുവിൽ നമുക്ക് ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ കാണാം. ആ തുരുത്തുകളൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വരുന്ന പ്രൈവറ്റ് ബോട്ട് സർവീസൊക്കെ ഈ ഭാഗത്ത് ധാരാളമുണ്ട്. സന്ദർശകരായിട്ടുള്ള ആളുകൾ ധാരാളം എത്തി അതെല്ലാം ആസ്വദിച്ച് മടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായും ഇതിൻ്റെ ഭാരതപ്പുഴയുടെ സൈഡിലുള്ള ചെറിയ ചെറിയ ഭക്ഷണശാലകളാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് മലബാറിൻ്റെ തനത് ഭക്ഷണ രീതികൾ മുഴുവൻ ഈ നിളാതീരത്തെ ഈ പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ യാത്രക്കാരായിട്ട് മലബാർ മേഖലയിലേക്ക് വരുന്നവർ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകണം. അതായത് പൊന്നാനിയിലെ ഹാർബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം സ്പിൽവേ വരെ തീരുന്ന ഒരു 3-3.5 കിലോമീറ്റർ ദൂരം ഭാരതപ്പുഴയെ നമുക്ക് പൂർണ്ണമായും കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ബോട്ടിങ് പോകണമെങ്കിലും ചെറുവള്ളങ്ങളിൽ പോകണമെങ്കിലും അതിനുള്ള സൗകര്യവും ഈ പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അത് ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നടുവിലൊക്കെ ചെറിയ ചെറിയ തുരുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അത് മണലടിഞ്ഞു കൂടിയുള്ള തുരുത്തുകളാണ്. 2 സൈഡിലും മാത്രമേ ഉള്ളൂ ജലത്തിന് ഒഴുക്കുള്ളൂ. ചെറിയ ശിക്കാര വള്ളങ്ങളും ഡബിൾ ടക്കർ ബോട്ടുകളൊക്കെ ഈ ഭാരതപ്പുഴയ്ക്കുള്ളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ തീരം തീരുന്നത് നമ്മുടെ പൊന്നാനി ഹാർബറിലാണ്. ആ ഹാർബറിനോട് ചേർന്നുള്ള പ്രദേശത്തൂടെയും നമുക്ക് ഈ ബോട്ടുകളിൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ ഹാർബറിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത തീരത്തോട്ട് പോകാൻ അവിടുന്ന് സർവീസ് ബോട്ടുകളുണ്ട്. അതിൽ പോയി അക്കരെ ഇറങ്ങാൻ പറ്റും. വരുന്ന വഴിയിൽ ട്രെയിനിൻ്റെ രൂപത്തിൽ പൊന്നാനി നഗരസഭയുടെ ഒരു ശില്പം കാണാൻ പറ്റി. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ടോയ് ട്രെയിൻ പോലെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ മുൻപ് പറഞ്ഞ പോലെ മലബാറിൻ്റെ തനതായ ഐസ് വരട്ടി അങ്ങനെയുള്ള ഇത്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ പലതരം ജ്യൂസ് വിഭവങ്ങൾ, ഇവയെല്ലാം വിൽക്കുന്ന കടകൾ ഈ നിളയോരത്തിൻ്റെ സൈഡിൽ നമുക്ക് നിളയോരത്ത് കാണാൻ പറ്റും. ധാരാളം ബോട്ടുകൾ സവാരിക്കായിട്ട് തയ്യാറായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് വന്ന് യാത്ര ചെയ്ത് നിളയുടെ ആ കാഴ്ചകൾ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് അടുത്ത കരയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊന്നുമല്ല, ഏകദേശം 8-10 കിലോമീറ്റർ ചവിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ നിളയുടെ അപ്പുറത്തെ കരയിൽ എത്താൻ പറ്റൂ. ബോട്ടിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈക്കിളോ കുഞ്ഞീരിയോ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈക്കിൾ ചവിട്ടത്തിന് പോകുന്നത്. അതുകൊണ്ട് ഈ സായന്തരം നമ്മൾ ഇച്ചിരി സ്പീഡിൽ തന്നെ ചവിട്ടി പോവുകയാണ്. ധാരാളം വാഹനങ്ങൾ വരുന്ന സമയമാണ്, വൈകുന്നേര സമയമാണ്. കുട്ടികളെ കൊണ്ടുവന്ന വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ ചമ്രവട്ടം റെഗുലേറ്ററി ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ നടുവിലെ ഏറ്റവും വലിയ റെഗുലേറ്ററി ബ്രിഡ്ജാണിത്. ഇത് ധാരാളം ഷട്ടറുകൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഷട്ടറുകളൊക്കെ ഇപ്പോൾ താത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. 1-2 ഷട്ടറുകൾ മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ അളവ് ഭാരതപ്പുഴയിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ റെഗുലേറ്ററി ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഭാരതപ്പുഴയുടെ നടുവിലൂടെയുള്ള ബണ്ടിലൂടെയാണ്, ചമ്രവട്ടം റെഗുലേറ്ററി പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളപ്പോൾ ഇപ്പോൾ 4ാമത്തെ ഇതാണ്, പാലമാണിത്, നമ്മുടെ ഷട്ടറുള്ള 4ാമത്തെ പാലം. അപ്പോൾ നമ്മൾ ആ പാലത്തെ കൂടെ യാത്ര തിരിക്കുകയാണ്, ബണ്ടുള്ള 4ാമത്തെ പാലം. ഓക്കെ, അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് നമ്മൾ പാലത്തിൻ്റെ വെളിയിലെത്തിയിരിക്കുകയാണ്. ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ റെഗുലേറ്ററി ബ്രിഡ്ജാണ് ഈ കടന്നു വന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് മറ്റൊരു പ്രദേശത്തേക്കാണ്. ഒരു മണിഞ്ഞിലിനെ അടിപൊളി സാധനം. മലിഞ്ഞിന്റെ തല വേറെ സൈസാണ്. മീനാണ്, മീനല്ലേ ഇത്? കറി ഇവിടെ കയറാ. ഇവിടെ ഇല്ലല്ലേ? ഞങ്ങളുടെ ഒരു 3-4 കിലോത്തിന്റെ കിട്ടും. ഏതായാലും സാധനത്തെ കിട്ടിയിട്ടുണ്ട്. പാമ്പല്ല, ഫ്ലാറ്റ് ആണ് സാധനം. ബോഡി തലണ്ട ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഈ സൈഡ് തുണ്ടിയാണ് ആണോ? പൊട്ടിക്കണത് അതിന്റെ സാധനം കൊന്നിട്ട് അഴിച്ചെടുത്താ മതി. വെറുതെ ബ്രൈഡ് ഉണ്ടായി കളയണ്ട. കൂട്ടി കെട്ടിക്കഴിഞ്ഞാല് നല്ല നീളം പോട്ടുണ്ട്. 8-18 ഒക്കെ ഇടും. കടിച്ച പട്ടി അടിക്കണോ? പട്ടിയുടെ കടി ഇതിനേക്കാളും നല്ല അടി ആയിരിക്കണോ? പട്ടിനേക്കാളും വലിയ അടി അടിക്കും. ശരിയാണ്, പല്ലുണ്ട് സാധനത്തിന്. പട്ടിയുടെ വലിയ വലിയ നല്ല കൊടുക്കാ കുടിക്ക്. എന്തായാലേ പണിയാട്ടി ചൂണ്ട ഇവിടെ ഒറ്റടി കയറ്റി കഴിഞ്ഞാല് കുടുങ്ങി പോകും. അത് കല്ല വെയിറ്റാ. അവൻ പിന്നെ അങ്ങോട്ട് കേറുക. എന്നാ ചുറ്റലാവൻ ചുറ്റിയത്. ഈ സാധനത്തിനെ കയറ്റി കഴിഞ്ഞാൽ ഇറങ്ങിയില്ലേ വെള്ളത്തിൽ നിന്ന് കയറ്റുന്നത് തലയില്ലേ? അപ്പൊ തന്നെ കട്ട് ചെയ്യണോ? അല്ല, തല. അപ്പോൾ ഇതാണ് കോട്ടായി ബീച്ച്. പൊന്നാനിക്ക് ഇപ്പുറമുള്ളതാണ് കൂട്ടായി ബീച്ച്. അപ്പോൾ കൂട്ടായി ബീച്ചിലെ
രാവിലത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യനൊക്കെ ഉദിച്ചു വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ മുഴുവൻ നമ്മുടെ കാറ്റാടി മരങ്ങളുടെ ഒരു തോട്ടമാണ്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. പക്ഷെ രാവിലെ ആളുകൾ വലിയ കാര്യമായിട്ട് വരാത്തതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ ബീച്ചിൻ്റെ അങ്ങറ്റത്തേക്ക് നമുക്ക് നടന്നു പോവാം. ഇതിൻ്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഫുഡ് കോർട്ടുകളൊക്കെ വൈകുന്നേരം പ്രവർത്തനക്ഷമമാണ്. ഇതിൻ്റെ അപ്പുറത്താണ് പൊന്നാനി ബീച്ച്. നമ്മുടെ ആ കാണുന്ന കൽക്കെട്ടിൻ്റെ അപ്പുറമാണ് അഴിമുഖം. നമ്മുടെ ഭാരതപ്പുഴ വന്ന് കടലിലേക്ക് ചേരുന്ന ഭാഗമാണത്. അതിന് തൊട്ട് മുമ്പാണ് കൂട്ടായി സ്പിൽവേ. ഇതാണ് ബീച്ച് സൈഡ്, നമുക്ക് കാണാൻ പറ്റുന്ന ബീച്ച് സൈഡ്. ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ധാരാളമുണ്ട്, നമുക്ക് കാണാം. അതുപോലെ തന്നെ കിഴക്കിത സൂര്യൻ പതിയെ ഉദിച്ചു വരുന്നുണ്ട്. ഈ മരങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂര്യൻ്റെ നല്ല ബ്രൈറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്ര നേരം ഞാൻ അവിടെ നിന്നിട്ട് കണ്ടില്ല. ഇപ്പോഴാണ് സൂര്യൻ പതിയെ ഉദിച്ചു വരുന്ന ആ സീൻ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാഗ്വേയിൽ ആൾക്കാർ ധാരാളം നടപ്പുണ്ട്. നമ്മൾ ഇന്നുള്ളത് കൂട്ടായിലാണ്. കൂട്ടായി ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മളുള്ളത്. അത് നമ്മുടെ കായലല്ല നദിയാണ്. നമ്മുടെ ഭാരതപ്പുഴയാണ്. വലത്തുവശം കടലാണ്. അങ്ങനെയുള്ളൊരു ഇടയിലാണ് ഇത് ഒരു മിനി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് രാവിലെ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളുമൊക്കെ കാണാം. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണിത്. രാവിലെ എല്ലാവരും നടക്കാനൊക്കെ വന്നിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ കടലിൽ പോയവർക്കൊക്കെ ഈ സമയങ്ങളിൽ മീൻ കുറവായതുകൊണ്ട് ആളുകളൊക്കെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കുണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ചെറിയ വിനോദ പരിപാടികൾ ഇടയിലൂടെ സൂര്യൻ വലിയ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. അത് അവിടെ ബുദ്ധിമുട്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇതൊരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും.